സഭയോടും ദീപിക പത്രത്തോടുമുള്ള പോര് നീട്ടേണ്ടെന്ന നിലപാടിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. വിമർശനം സഭയ്ക്ക് എതിരല്ല, ദീപികയ്ക്ക് എതിരെ എന്ന് നേതൃത്വം കോർ കമ്മിറ്റിയിൽ വിശദീകരിച്ചു. പി.സി. ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും സഭാ വിമർശനം യോഗത്തിൽ ചർച്ചയായി. പാർട്ടി അറിവോടെയാണോ ഇരുവരുടെയും വിമർശനമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ ചോദിച്ചു. എന്നാൽ സഭയെ അല്ല, ദീപികയിലെ ലേഖനങ്ങളെയാണ് വിമർശിച്ചതെന്നാണ് ജോർജും ഷോണും മറുപടി നൽകിയതെന്ന് നേതൃത്വം വിശദീകരിച്ചു. അതേസമയം പോര് നീട്ടേണ്ടെന്ന നിലപാടിലാണ് നേതൃത്വം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്ന് നേതൃത്വം വിലയിരുത്തുമ്പോഴും സഭയെ പിണക്കേണ്ടെന്ന് യോഗത്തിൽ ധാരണയായി. അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനം യോഗത്തിലുണ്ടായി. ഓഡിയോയിലെ ആരോപണത്തിനെതിരെ കെ സോമൻ വൈകാരികമായി പ്രതികരിച്ചു. എന്നാൽ നേതൃത്വം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം എന്താവുമെന്ന് ജില്ലാതലത്തിൽ വിശദമായി വിലയിരുത്താനാണ് ബി.ജെ.പിയുടെ തീരുമാനം. നേമത്തും കഴക്കൂട്ടത്തും ജയം ഉറപ്പെന്നാണ് ബി.ജെ.പിയുടെ പ്രാഥമിക വിലയിരുത്തൽ. മഞ്ചേശ്വരം, ചാത്തന്നൂർ, തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറിയുണ്ടാകുമെന്നും ബി.ജെ.പി. വിലയിരുത്തുന്നു. നേമത്ത് ന്യൂനപക്ഷ വോട്ടുകൾ രണ്ടായി വിഭജിച്ചെന്ന് ബി.ജെ.പി. വിലയിരുത്തുന്നു. ശിവൻകുട്ടിക്കും ശബരിനാഥിനുമായി ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെട്ടപ്പോൾ നിഷ്പക്ഷ യുവജന വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചെന്നാണ് ബി.ജെ.പി. നേതാക്കളുടെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചാ വിഷയമായത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് എതിരും വി മുരളീധരന് അനുകൂലമാവുമെന്നുമാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കാട്ടാക്കടയിലെ ഉയർന്ന പോളിംഗിലും ബി.ജെ.പിക്ക് പ്രതീക്ഷയുണ്ട്. മഞ്ചേശ്വരത്ത് ഇത്തവണ പ്രവാസി വോട്ടുകൾ കൂട്ടമായി എത്താത്തത് കെ സുരേന്ദ്രന് ഗുണകരമാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. പാലക്കാടും ചാത്തന്നൂർ, മണലൂർ പോലുള്ള മണ്ഡലങ്ങളിലും അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.